ഹായ് എവരി വൺ, ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മാർക്കറ്റ് നല്ലൊരു ഹൈ ഒക്കെ എടുത്തു, ഇവൻ ഒരു ചെറിയൊരു കൺസോൾട്ടേഷനിലേക്ക് പോയേക്കാണ്. നമുക്ക് ഫ്രൈഡേ അത്യാവശ്യം നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇവൻ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ചെയ്ത് കാണാം. ആ ഒരു ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മടി കാര്യങ്ങളൊക്കെ ആയിട്ട് ബാങ്ക് നിഫ്റ്റി അങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് നിഫ്റ്റി ആണെങ്കിലും ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തു സപ്ലൈ സോണിലേക്ക്. നിഫ്റ്റി ആണെങ്കിലും ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ബാങ്ക് നിഫ്റ്റിക്ക് സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീൻസ് കുറേ നേരം സപ്ലൈ സോണിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഈ ഒരു പറഞ്ഞ മാതിരി ഒരു സൈഡ് വേസ് മൂവ് ആയിരുന്നു ഫുള്ള് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ടോട്ടൽ ആ ഒരു സിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഓൾ ഡാറ്റ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതായത് FIDA ഡാറ്റയും OA അനാലിസിസൊക്കെ വെച്ചിട്ട് നമുക്ക് 48 നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ റെസിസ്റ്റൻസ് ഒക്കെ മാറിയോ ബാങ്ക് നിഫ്റ്റിയിൽ. ആൻഡ് നിഫ്റ്റി ആണെങ്കിൽ ഇപ്പോൾ 22,500 എന്ന ലെവലിലായിരുന്നു. നമുക്ക് 22,300 400 ഉണ്ടായി. ഓൾമോസ്റ്റ് ആ ലെവലിലൊക്കെ ബ്രേക്ക് ചെയ്തു. ആൻഡ് ഇപ്പോൾ 22,500 എത്തി. 500 നിന്നും ഇനി നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നെയാണെങ്കിൽ വീണ്ടും നമുക്കൊരു 23,000 കാണാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളൊക്കെയാണ് നിഫ്റ്റിയിൽ കുറച്ചും കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് അനാലിസിസ് നമുക്ക് മനസ്സിലാക്കാം. ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇൻട്രാഡേ ചെയ്യാനാണെങ്കിലും കുറച്ചും കൂടി എളുപ്പമുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ അല്ലാണ്ട് വെറുതെ പോയി നിങ്ങളൊരു ഡേ ഹൈ ബ്രേക്ക് ചെയ്തു, ഡേ ലോ ബ്രേക്ക് ചെയ്തു, അതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വീഴുക മീൻസ് അത് കുറച്ചും കൂടി റിസ്കി ആവാനുള്ള ചാൻസ് ഉണ്ട്. ട്രെൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക. സ്മാർട്ട് മണീസ് എവിടെയൊക്കെയാണ് മാർക്കറ്റിനെ കണ്ടേക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. സ്മാർട്ട് മണീസ് മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് FIS, DIS, പ്രോ അങ്ങനെയുള്ള സ്മാർട്ട് മണി അവരാണല്ലോ മെയിനായിട്ട് മാർക്കറ്റിനെ നയിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പോയ ഒരു മാർക്കറ്റിന് ഒരിക്കലും നമുക്ക് മേളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നില്ല. അപ്പോൾ മീൻസ് എങ്ങനെയാണ് അവരുടെ ആക്ടിവിറ്റീസ് അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രൈസ് ആക്ഷനും നോക്കണം. കുറച്ചും കൂടി ലാർജ് ടൈം ഫ്രെയിമിലുള്ള 5 മിനിറ്റ്സിൻ്റെ അല്ല, ലാർജ് ടൈം ഫ്രെയിം 4 hour 1 day 1 week ഈവൻ 1 week കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇന്ന് അനലൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതൊന്ന് പറയാൻ. ആൻഡ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നും കൂടി വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ദെൻ ഇനി നമുക്ക് ഒരു ഫ്രൈഡേ അനാലിസിസ്. ഇന്ന് സാറ്റർഡേ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല, മീൻസ് മെസ്സേജ് കാര്യങ്ങളൊന്നും പോയില്ല. കുറച്ച് നേരത്തേക്ക് മാത്രമേ മാർക്കറ്റ് ഉണ്ടായുള്ളൂ. ഇവൻ നമുക്ക് കാണാം ഫ്രൈഡേ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ചെറിയൊരു സപ്ലൈ സോണിൽ നിന്ന് ഒരു ചെറിയൊരു ബൗൺസ് കുറച്ചൊന്ന് താഴേക്ക് വന്നു. ദെൻ ഒരു സപ്പോർട്ടൊക്കെ എടുത്തു, വീണ്ടും തിരിച്ചൊന്ന് കയറാൻ പോയി. ആൻഡ് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഹെവി ആയിട്ട് സപ്ലൈ സോണിലേക്ക് പോയി. ദെൻ അവിടെ നിന്ന് കംപ്ലീറ്റ് സപ്ലൈ സോണിൽ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. കൺസോൾട്ടേഷൻ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായത്. അപ്പോൾ അതൊക്കെയായിരുന്നു. ആൻഡ് ശനിയാഴ്ചത്തെ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഈവൻ ഒരു 4 hour ടൈം ഫ്രെയിമിലും നിഫ്റ്റി നല്ല ഒരു കണ്ടിന്യൂഷനൊക്കെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ആൻഡ് മാക്സിമം നമുക്ക് ട്യൂസ്ഡേ മാർക്കറ്റ് അവറിൽ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വരും എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവിടെ നിന്ന് നമുക്ക് സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൈസ് ആക്ഷനെ കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ, സ്റ്റോക്ക് അനാലിസിസ് എന്ത് വേണമെങ്കിലും നമുക്ക് നടത്താം. അപ്പോൾ മീൻസ് ആ ഒരു ടൈമിൽ എന്തായാലും ചാനലിൽ ഞാൻ അറിയിക്കാം ലൈവ് വരുന്ന ആ ടൈം. അപ്പോൾ നിങ്ങളും ജോയിൻ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഒരു ഇൻട്രാഡേ അനാലിസിസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അത് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ലാസ്റ്റ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേയും ഒരു ചെറിയൊരു മാർക്കറ്റ് സെക്ഷൻ ഓൾമോസ്റ്റ് 9:15 to ഒരു 10 o'clock, പിന്നെ ഒരു 11:15 to ഒരു 12:30 വരെയൊക്കെ അബ്സല്യൂട്ട് കൺസോൾട്ടേഷൻ മാർക്കറ്റ് ഒരു ചെറിയ ഒരു ഫ്ലക്ച്വേഷൻ കാണാം. മീൻസ് അത് എനിക്ക് തോന്നുന്നു വലിയ വോളിയം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു ക്യാൻഡലിന് മാത്രം എന്തോ ഒരു വലിയ വോളിയം വന്നിട്ടുണ്ട്. മീൻസ് അതൊരു ടെസ്റ്റിംഗ് പോലെ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. എന്തായാലും അത് വിട്ടേക്കാം. മീൻസ് ഓൾമോസ്റ്റ് ആ ഡേ ഹൈയിൽ തന്നെ മാർക്കറ്റ് നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഒരു FIDA ഡാറ്റയ്ക്ക് മുമ്പ് നമുക്ക് OA അനാലിസിസ് നമുക്ക് നിഫ്റ്റിയുടെ നോക്കാം. നിഫ്റ്റിക്ക് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ബിൽഡ് 22,500 റെസിസ്റ്റൻസ് ആണ് എന്നുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം.
ഓക്കെ, 22,500 സ്റ്റിൽ ഇന്ന് നമുക്ക് നല്ല രീതിയിൽ മീൻസ് സാറ്റർഡേ അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു പുട്ട് അഡീഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം നല്ല ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ഈവൻ കോൾ റൈറ്റിംഗ് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. 23,000 കോൾ റൈറ്റിങ്ങിൻ്റെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് അബ്സല്യൂട്ട്ലി നമുക്ക് എന്താ പറയുക നല്ലൊരു ബുള്ളിഷ് ട്രെൻഡാണ് കാണുന്നത്. ഈവൻ നമുക്ക് 0.94 PCR മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബുള്ളിഷ് ട്രെൻഡാണ് അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 22,500 ഇപ്പോൾ നമുക്ക് 22,500 ഓൾറെഡി നമ്മൾ സ്ട്രാഡിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ സ്ട്രാഡിൽ വന്നിട്ടുണ്ട്. ആൻഡ് അപ്പോൾ ഇന്നത്തെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്താ പുട്ടാണ് മീൻസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ പുട്ട് റൈറ്റിംഗ് കുറച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇന്ന് ചെറിയ രീതിയിൽ മാത്രമാണ് നമുക്ക് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളൂ. ദെൻ അവിടെ നിന്ന് നമുക്ക് താഴേക്ക് വന്നാൽ മാക്സിമം പുട്ട് റൈറ്റിംഗ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 22,400 അത്യാവശ്യം നല്ല രീതിയിൽ പുട്ട് റൈറ്റിംഗ് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ കോൾ അൺവൈൻഡിങ് ആയിട്ട് കാണാം. അപ്പോൾ കോൾ അൺവൈൻഡ് ചെയ്യുന്തോറും മീൻസ് നിഫ്റ്റി സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് അപ്പ് ആവാനുള്ള നല്ല ചാൻസ് ഹൈ ആയിട്ട് കൊണ്ടിരിക്കുന്നു. അപ്പോൾ 22,400 നമുക്ക് നല്ലൊരു സപ്പോർട്ട്, പിന്നെ വരുന്നത് 22,000. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 22,200 ഇത് വന്നിട്ട് അതായത് 22,200 നമുക്ക് 22,500 സ്ട്രാഡിൽ വന്നിട്ട് 22,400 നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് ഇത് ഈ ഒരു റേഞ്ചായിട്ട് വെക്കാം. ആൻഡ് മാക്സിമം റെസിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 23,000 ആണ്. മാക്സിമം ഹൈ റെസിസ്റ്റൻസ് ഉള്ളത് 23,000 തന്നെയാണ്. ദെൻ പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ചേഞ്ച് വന്നെയാണെങ്കിൽ മീൻസ് നമുക്ക് നോക്കാം. ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് വന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഒരു ഈക്വൽ ഇതിൽ തന്നെ പോകുന്നത്. കുറച്ചും കൂടി ഹൈ ആയിട്ട് നിൽക്കുന്നത് 22,800 ആണ്. മേ ബി 22,800 ഇനീഷ്യൽ റെസിസ്റ്റൻസ് എടുക്കാനുള്ളൊരു ചാൻസ് ഹൈ ആയി കാണുന്നു. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് തന്നെ 22,800 വെക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് 22,300 അത്രയുള്ള റെസിസ്റ്റൻസ് 22,800 ഇല്ല, 23,000 റെസിസ്റ്റൻസ്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് വെച്ചിട്ട് പറയുന്നത്. കുറച്ചും കൂടി പോസിറ്റിവിറ്റി കൂടി വരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നെഗറ്റിവിറ്റി ശരിക്കും കുറഞ്ഞു വരുന്നുണ്ട്. ഈവൻ 22,500 എന്നുള്ള റെസിസ്റ്റൻസ് ശരിക്കും 23 വേണം പോയി എന്ന് പറയാൻ. ആൻഡ് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് ആണെങ്കിൽ 48,000 48,000 നമ്മൾ നല്ല സ്ട്രാഡിൽ പറഞ്ഞത്. അവിടെ നമുക്ക് പുട്ട് റൈറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് അപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഫ്രൈഡേ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് സാറ്റർഡേ ആണെങ്കിലും കുറച്ചും കൂടി ഹൈ ലെവലിൽ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷിലേക്ക് എന്ന് നോക്കാം. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ഇൻട്രസ്റ്റ് ദെൻ ഇന്നത്തെ ഓക്കെ. ഈ ബാങ്ക് നിഫ്റ്റിക്കും ഇവിടെ നമുക്ക് കാണാം പുട്ട് റൈറ്റിംഗ് ഹെവി ആയിട്ട് 48,000 വന്നിട്ടുണ്ട്. അവിടെ കോൾ അൺവൈൻഡിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് 48. അവിടെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കാണാം, അൺവൈൻഡിങ് ആൻഡ് പുട്ട് റൈറ്റിംഗ് ഹെവി ആയിട്ട് വരുന്നു 48. അപ്പോൾ കുറച്ചും കൂടി നല്ല ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വരുന്നു. ആൻഡ് ഇപ്പോൾ നമുക്ക് ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 48,500 ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരു 48,200 ചെറിയൊരു സ്ട്രാഡൽ ഫോർമേഷൻ പോലെ വരുന്നുണ്ട്. ആൻഡ് 47,500 ആണ് ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ 3 ലെവലാണ് ബാങ്ക് നിഫ്റ്റിക്ക്. 48,000 ഒരു സ്ട്രാഡിൽ ഈവൻ നമുക്ക് അവിടെ സപ്പോർട്ട് ഹൈ ആയിട്ട് നിൽക്കുന്നു. ആൻഡ് റെസിസ്റ്റൻസ് മീൻസ് കോൾ റൈറ്റിംഗ് അവിടെ നമുക്ക് എന്തായി ഒരു ലോ ആയിട്ട് വരുന്നുണ്ട്. അവിടെ നമുക്കൊന്ന് സ്ലൈറ്റ്ലി ഒന്ന് റെഡ് ലോ ആക്കാം. ഇവിടെ നമുക്ക് നമ്മൾ സപ്പോർട്ട് കയറി വരുന്നുണ്ട്. ആൻഡ് 47,500 ആണ് നമുക്ക് ഇനീഷ്യൽ സപ്പോർട്ടായിട്ട് വരുന്നു. ഈവൻ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ആവാനും 47,500 സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കാം. 47,500 ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയായിരുന്നു നമ്മൾ വെച്ചത്. ഓക്കെ, 47,500 ആണ്. കുറച്ചും കൂടി ഒന്ന് ഗ്രീൻ ആക്കാം. ഓക്കെ, 47,500 ദെൻ 48,000 പിന്നെ നമുക്ക് 48,500 ഓൾറെഡി നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റിൽ ആ ഒരു സ്ലൈറ്റ്ലി നമുക്ക് അവിടെ ഒരു കോൾ റൈറ്റിംഗ് വന്നിട്ടുണ്ട്. ഈവൻ കുറച്ചും കൂടി എവേ ആണ് എന്ന് പറയാം. അവിടെ കോൾ അൺവൈൻഡിങ് നടന്നിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇന്നൊന്ന് കോൾ റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ലെവലാണ് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവല്.
അപ്പോൾ 48,500 നിന്നും നമുക്ക് അൺവൈൻഡിങ് നടന്നാൽ ബാങ്ക് നിഫ്റ്റിയും മേളിലേക്ക് തന്നെ പോകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഒ എ അനാലിസിസ് ഒക്കെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റയിൽ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ FISൻ്റെ ഭാഗത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്ന് സാറ്റർഡേ ഒരു മാർക്കറ്റ് ഉണ്ടായി. 18th മെയ്യിൽ സാറ്റർഡേ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇന്നലത്തെ അനാലിസിസ് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ വെച്ച് നോക്കാൻ നേരത്ത് പോസിറ്റീവാണ്. പുട്ട് അൺവൈൻഡിങ് ചെയ്യുന്നു. ഇന്ന് നമുക്ക് കാണാം കുറച്ചും കൂടി കോളിലേക്ക് അവർ നോക്കുന്നു. പുട്ടും ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് പോസിറ്റിവിറ്റി ആ ലോയിൽ നിന്ന് പോസിറ്റിവിറ്റിയാണ് കൂടി വന്നിട്ടുണ്ട്. പോസിറ്റീവാണ്. ആൻഡ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവരധികം ബൈസ് നടത്തിയിട്ടില്ല. ബിക്കോസ് ഫ്രൈഡേ ഓൾമോസ്റ്റ് ആ സെല്ലിങ് കഴിഞ്ഞിട്ട് ഫ്രൈഡേയിൽ നല്ലൊരു ബൈയിങ് തന്നിട്ടുണ്ടായിരുന്നു. മീൻസ് അത് കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് ഇന്ന് അധികം ടൈം മാർക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കും. ആൻഡ് ആ ഒരു സെല്ലിങ് അവർ നല്ല സെല്ലിങ് കുറച്ച് വന്നത് ഇപ്പോൾ അവർ പയ്യെ ബൈയിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അത് ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ്. അത് അവിടെയും നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കാണാം. ആൻഡ് ഈവൻ ഈ ഒരു സെല്ലിങ്ങും കുറച്ച് വന്നേക്കണത് കാണാം. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സെല്ലിംഗ് ഒന്ന് കുറച്ച് വന്നിട്ടുണ്ട്. സോ എല്ലായിടത്തും ഓൾമോസ്റ്റ് അത്യാവശ്യം ഒരു പോസിറ്റിവിറ്റി നമുക്ക് FISൻ്റെ ഭാഗത്ത് നിന്ന് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് DISൻ്റെ അതായത് പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണെന്ന് കാണാം. ഫ്രൈഡേ ആണെങ്കിലും ആ ഒരു ബൈയിങ് സൈഡിലേക്ക് വന്നത് ഇത്തിരി ഒന്ന് കുറച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ കൺസോൾട്ടേഷനിലേക്ക് അവരൊന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഈവൻ സാറ്റർഡേ ആ ഒരു അവരത് സ്ലൈറ്റ്ലി ആയിട്ട് തന്നെ പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ പോയേക്കുന്നത്. ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ അവർ ഒന്ന് ബൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രൈഡേ സ്ലൈറ്റ്ലി ഒരു സെല്ലിംഗ് മൂഡായിരുന്നു എന്തായാലും. ബട്ട് ഒരു ബിഗ് നെഗറ്റിവിറ്റി അവിടെ നമുക്ക് പറയാനൊന്നുമില്ല. ആൻഡ് പിന്നെ നമുക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഇവിടെയാണ് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ നല്ലൊരു ബൈയിങ് വന്നിട്ടുണ്ട്. ദെൻ പിന്നെ നമുക്ക് ബൈയിങ് തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഓൾമോസ്റ്റ് ആ സെയിം ലെവലിൽ തന്നെ നിൽക്കുന്നു. ആൻഡ് പുട്ട് ലോങ്ങിലേക്കുള്ളത് ഇവിടെ നമുക്ക് പുട്ട് ലോങ്ങിലേക്കുള്ളത് അവരെന്താ കുറച്ച് നിൽക്കുകയാണ്. ആൻഡ് അവിടെ ലോങ് വന്നേക്കുന്നത് കോളാണ്. മാക്സിമം നല്ല പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ തുടരുന്നു. ഇവിടെ നമുക്ക് ആ സെല്ലിങ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആ സെല്ലിങ് അവർ പിന്നെ തുടർന്നിട്ടില്ല. അവിടെയും നമുക്ക് സ്ലോ ആയിട്ട് തന്നെ പോകുന്നതായിട്ട് കാണാം. അപ്പോൾ FISൻ്റെയും ഭാഗത്ത് നിന്ന് ആൻഡ് DISൻ്റെ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി അവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് മീൻസ് ഇന്ന് ആസ് ഓഫ് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് രണ്ടുപേരും സെൽ സൈഡാണ്. ബട്ട് സ്ലൈറ്റ്ലി എന്താ പറയുക ഒരു -93 FISും 153 crore DISൻ്റെ ഭാഗത്തു നിന്നും. ബട്ട് ഫ്രൈഡേ ഒരു ഹ്യൂജ് പൊസിഷൻസ് ആയിരുന്നു. 1600 ആൻഡ് DISും 1500. ഓൾമോസ്റ്റ് നല്ല ഫ്രൈഡേ നല്ല പോസിറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് മീൻസ് ട്യൂസ്ഡേ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ആഫ്റ്റർ ഇന്നപ്പോൾ ആ ഒരു നല്ലൊരു കൺസോൾട്ടേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ മേ ബി നമുക്കിനി നല്ലൊരു മൂവ് നമുക്ക് ട്യൂസ്ഡേ പ്രതീക്ഷിക്കാം എന്നാണ് വിശ്വസിക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. ഇന്നൊരു ചെറിയൊരു ഫ്ലക്ച്വേഷൻ എന്ന് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ചെറിയൊരു ഫ്ലക്ച്വേഷൻ മീൻസ് അതൊരു മാർക്കറ്റിൻ്റെ ഒരു ട്രയൽ റണ്ണും കൂടിയൊക്കെ ആയിരുന്നു ഇന്ന്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ അതർവൈസ് ഈ ഒരു ക്യാൻഡിൽസിനെ അങ്ങനെ കൺസിഡർ ചെയ്യണം എന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു പുൾ ബാക്ക് കിട്ടിയേക്കാണ്. ഒരു സ്വിങ് ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തേക്കാണ്. ഇവിടെ നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ ഈവൻ നല്ലൊരു പുൾ ബാക്ക് എടുത്തിട്ട് വേണമെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ 22,500 ബ്രേക്ക് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മീൻസ് നിഫ്റ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 1 വീക്ക് ടൈം ഫ്രെയിമിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 1 hour ആയിപ്പോയി. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, 1 വീക്ക് ടൈം ഫ്രെയിമിൽ നല്ല രീതിയിലുള്ള പുൾ ബാക്ക് വന്നു. ഈവൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നമുക്ക് ലാസ്റ്റ് വീക്കിൽ ഒരു റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് എന്താ പറയുക ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ വരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് വന്ന ഒരു ഹൈ പിന്നെ ഈ ഒരു ഹൈനേക്ക് ഇതൊക്കെ ബ്രേക്ക് ചെയ്തു. ഈ ഒരു ലോയും ബ്രേക്ക് ചെയ്തിട്ടാണ് ഒരു ഓൾമോസ്റ്റ് നമുക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആയിരുന്നു. ബട്ട് ലാസ്റ്റ് വീക്കിൽ ആ ഒരു റിട്ടേൺ സൂപ്പറായിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാവുന്ന ക്യാൻഡിലാണ്. മേ ബി നമുക്ക് ഇനി ഒരു 23,000 നമുക്ക് കാണാനുള്ള എല്ലാ ഇതും ബിക്കോസ് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് തന്നെ കാണാൻ പറ്റും എന്ന് വിശ്വസിക്കാം. മാക്സിമം അത് കഴിഞ്ഞാൽ അതിൻ്റെ മേ ബി എലക്ഷൻ റിസൾട്ടിന് മുമ്പായിട്ട് തന്നെ മേ ബി വേണമെങ്കിൽ ഒന്ന്
23,000 നിഫ്റ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്നുള്ള ലെവൽസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ബൈ വീക്ക് നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷനാണ് നിഫ്റ്റിയുടെ ഒരു എൻഡിങ് വീക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ബൈ വീക്ക് നമുക്ക് എന്താ പറയുക, ഒരു വീക്ക്ലി ടൈം ഫ്രെയിം വെച്ച് നോക്കിയാലും നല്ലൊരു ബുൾ ബാക്ക് ക്യാൻഡിൽ അല്ലേ, ഇവിടെ നമുക്കൊരു സെൽ ഓഫ് ക്യാൻഡിൽ പോലെയൊക്കെ വന്നിട്ട് ബട്ട് ഈ ഒരു ഇന്ന് മീൻസ് ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ നമുക്ക് എന്നാൽ നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ പോലെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി ഒരു നല്ല റിവേഴ്സ് വന്നാൽ മീൻസ് ഓൾറെഡി ഒരു പുൾ ബാക്ക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഓൾറെഡി കാണിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു നല്ലൊരു ഹൈയും കൂടി ബ്രേക്ക് ചെയ്താൽ ഈവൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കും ഒരു 50,000 ടച്ച് ചെയ്യാൻ പറ്റും എന്നറിയാം. ബിക്കോസ് ഓൾമോസ്റ്റ് ആ ഒരു 49 ഒരു 50ലേക്ക് ടച്ച് ചെയ്യണതിൻ്റെ അടുത്ത് വന്നിട്ടാണ് ആ ഒരു സെൽ ഓഫ് ഉണ്ടായത്. അപ്പോൾ മാക്സിമം ഇനി ഈ ഒരു റാലി ബാങ്ക് നിഫ്റ്റിക്കും നല്ലൊരു ഹൈ ഉണ്ടാക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് എന്താ പറയുക, നമുക്ക് അതിന് നല്ല ട്രേഡിൽ കയറാം. നല്ല ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അതുപോലെയുള്ള ട്രേഡിൽ കയറിയിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ശ്രമിക്കാം. അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. മീൻസ് നല്ലൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് ഓവറോൾ ബാങ്ക് നിഫ്റ്റി മീൻസ് വീക്ക്ലി അനാലിസിസിലാണെങ്കിലും OA അനാലിസിസിലാണെങ്കിലും ഈവൻ FIDA ഡാറ്റ ആണെങ്കിലും നമുക്ക് നല്ല പോസിറ്റിവിറ്റി ആണുള്ളത്. അങ്ങനെ പോസിറ്റിവിറ്റി ഉണ്ടായാൽ തന്നെ നമ്മൾ പറയുന്നത് എന്താ പറയുക, നമുക്ക് ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജി ഉപയോഗിക്കാമെന്നാണ്. ബിക്കോസ് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി വന്നാലും നമ്മുടെ ക്യാപിറ്റൽ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ പോകാമെന്നുള്ളതാണ്. അതർവൈസ് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ടെറിട്ടറിയിലാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ ട്രേഡ്സിനെ ഇനീഷ്യേറ്റ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി നമുക്കൊന്ന് ലൈക്ക് ചെയ്യാനും ആൻഡ് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ എത്തിക്കുക. ആൻഡ് ഈവൻ ലൈവ് നമുക്ക് വരുമ്പോൾ മാക്സിമം നമുക്ക് നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ക്ലിയർ ചെയ്ത് തന്നെ പോവാം. എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി നമുക്ക് OASിൻ്റെയോ അല്ലെങ്കിൽ FIDA ഡാറ്റ നോക്കുന്നതിൻ്റെയൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്തായാലും ലൈവ് ട്രേഡിങ്ങിലൂടെയും ഡിസ്കസ് ചെയ്യാം. ഈവൻ പ്രൈസ് ആക്ഷനും നമുക്ക് അതിലൂടെയൊക്കെ നോക്കി നല്ല ക്ലിയർ ചെയ്ത് നല്ല അടിപൊളി, അതായത് എന്താ പറയുക, നമുക്ക് മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഈവൻ അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അല്ലാണ്ട് ഒരു ഇൻട്രാഡേ ട്രേഡിന് വേണ്ടി മാത്രം ഇരിക്കുന്നതല്ല. ഒരു ജസ്റ്റ് ഒരു ഹൈയോ ഒരു ലോയോ മാത്രം നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളതല്ല. ഓൾ ട്രെൻഡാണ് നമുക്ക് വേണ്ടത്. ഓൾ ട്രെൻഡിൽ മാർക്കറ്റ് പോകുമ്പോൾ നമുക്ക് അതിൽ ഈസി ആയിട്ട് പ്രോഫിറ്റും നമുക്കും കിട്ടാനും പറ്റണം. അതായിരിക്കണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അതും നമുക്ക് ഒരുമിച്ച് നേടാൻ ശ്രമിക്കാം. നിങ്ങളും കൂടെ ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.